4.5 മണിക്കൂർ 37 കിലോമീറ്റർ അതിരപ്പള്ളിയുടെ വനസൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. വനംവകുപ്പൊരുക്കുന്ന അതിരപ്പള്ളിയിലെ ജംഗിൾ സഫാരിയിലൂടെ. ആദ്യ 3 കിലോമീറ്റർ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പ്രദേശത്തോടുകൂടി പിന്നീടാണ് വനത്തിലേക്ക് കടക്കുന്നത്. വഴിയരികിൽ യാത്രികർക്കായി കാത്തിരിക്കുന്നത് ആനയും കാട്ടുപോത്തും തുടങ്ങിയ വന്യജീവികൾ. ജംഗിൾ സഫാരി പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ വനത്തിൻ്റെ വന്യത നമുക്ക് നേരിട്ട് അടുത്ത് ആസ്വദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് നമ്മൾ 17 കിലോമീറ്റർ ഒരു സൈഡ് 17 കിലോമീറ്റർ തിരിച്ച് 17 കിലോമീറ്റർ 34 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള കൊടുങ്കാട്ടിലുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് വൈൽഡ് ലൈഫിനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ആന, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഇതുവരെ ആരും കാണാത്ത ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മൾ തൃശ്ശൂർ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭംഗിയിൽ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 1-2 മാസത്തോളം ആവുന്നുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ആയതോടുകൂടി ഭയങ്കരമായിട്ട് ബുക്കിംഗ് ആണ്. ആളുകളുടെ റെസ്പോൺസ് കൂടുതലാണ്, നല്ല റെസ്പോൺസാണ്. മൃഗങ്ങളുടെ കാഴ്ചയ്ക്ക് ശേഷം എത്തിച്ചേരുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികിൽ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു സുന്ദരമായ ദൃശ്യം നമുക്ക് സമ്മാനിക്കുകയാണ് ജംഗിൾ സഫാരി. ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ. എറണാകുളവും തൃശ്ശൂരും അതിരിടുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിനുശേഷം കൊടുങ്കാടിന്റെ വന്യതയിലൂടെ വീണ്ടും യാത്ര തുടങ്ങുകയായി. 4.5 മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരി സമാപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക മികച്ച അനുഭവങ്ങളും കാഴ്ചകളുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.